ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനമായ സിക്കിമിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോ. പലരും കരുതുന്ന പോലെ വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്രയല്ല സിക്കിമിലേക്കുള്ള ഏറ്റവും അടുത്ത എയർപോർട്ട്. അത് 2018 ആരംഭിച്ച പാക്യോങ് എയർപോർട്ടാണ്. ഏറ്റവും സുന്ദരമായ ഒരു വിമാനത്താവളം കൂടിയാണ് ഇത്. സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ നിന്നും വെറും 30 കിലോമീറ്റർ മാത്രമാണ് പാക്യോങ് എയർപോർട്ടിലേക്കുള്ള ദൂരം. എന്നാൽ കാലാവസ്ഥ അനുസരിച്ച് ചില സമയങ്ങളിൽ ഇവിടേക്ക് സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. അതിനാൽ തന്നെ ആളുകൾ കൂടുതൽ ബാഗ്ഡോഗ്ര എയർപോർട്ടിനെയാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് സ്റ്റേറ്റാണ് സിക്കിം. അതായത് ഇവിടുത്തെ കാർഷികോൽപ്പന്നങ്ങളെല്ലാം ഓർഗാനിക് മെത്തേഡ്സ് ഉപയോഗിച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നദിയായ തീസ്തയും സിക്കിമിൽ കൂടെ ഒഴുകുന്നു. സിക്കിമിനെ 4 ഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാം: ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ആൻഡ് നോർത്ത്. തലസ്ഥാനമായ ഗാംഗ്ടോക്ക് ഈസ്റ്റ് സിക്കിമിലെ ഒരു പ്രധാന നഗരമാണ്. അതേപോലെ പെല്ലിംഗ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് സിക്കിമിലാണ്. മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ റവാംഗ്ല ബുദ്ധ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സൗത്ത് സിക്കിമിലാണ്. എന്നാൽ സിക്കിമിൻ്റെ യഥാർത്ഥ വന്യമായ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ നോർത്ത് സിക്കിമിലേക്ക് തന്നെ പോകണം. ലാച്ചുങ്, ലാച്ചൻ, യുംതാങ് വാലി, ഗുരുദോങ്മർ ലേക്ക് തുടങ്ങിയ നിരവധി ആകർഷണങ്ങൾ നോർത്ത് സിക്കിമിലുണ്ട്. അതേപോലെ നാഥുല പാസ്, സോങ്മോ ലേക്ക് കൂടാതെ ഈസ്റ്റ് സിക്കിമിലെ മറ്റൊരു പ്രധാന ആകർഷണം സുലുക്ക് ആണ്. പണ്ടത്തെ സിൽക്ക് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഇൻഡോ ടിബറ്റ് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നമുക്ക് സിക്കിമിലേക്ക് വേണ്ട പെർമിറ്റ്സിനെ കുറിച്ച് നോക്കാം. നോർത്ത് സിക്കിമിലേക്കും അതേപോലെ തന്നെ ഈസ്റ്റ് സിക്കിമിലെ ചില ഭാഗങ്ങളിലേക്കും പെർമിറ്റ്സ് ആവശ്യമാണ്. ഗാംഗ്ടോക്കിലെ ടൂറിസ്റ്റ് ഓഫീസിൽ നിന്നും ഇവ കൈപ്പറ്റാം. എന്നാൽ ഒരു ദിവസം അധികം എടുക്കും എന്നതിനാൽ ടൂറിസ്റ്റ് ഏജൻസികളെ സമീപിക്കുന്നതായിരിക്കും ഉചിതം. പെർമിറ്റ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ 2 ഫോട്ടോഗ്രാഫ്സും ആധാർ കാർഡ് ഒഴികെ മറ്റെല്ലാ ID പ്രൂഫും സ്വീകരിക്കുന്നതാണ്. ഇനി നമുക്ക് സിക്കിം പൂർണ്ണമായും ഒരു 7 ദിവസത്തിനുള്ളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഐറ്റിനറിയിലേക്ക് നോക്കാം. 1-ാം ദിവസം എയർപോർട്ടിൽ നിന്നും നേരെ പെല്ലിങ്ങിലേക്ക് യാത്ര തിരിക്കുക. വൈകിട്ടോടെ പെല്ലിങ്ങിലെത്തും. അതിനാൽ 2-ാം ദിവസം ആദ്യ പകുതിയിൽ പെല്ലിങ് എക്സ്പ്ലോർ ചെയ്യാം. അതിനുശേഷം അവിടെ നിന്നും നേരെ റവാംഗ്ല ബുദ്ധ പാർക്ക് സന്ദർശിക്കാം. റവാംഗ്ലയ്ക്ക് ശേഷം നേരെ ഗാംഗ്ടോക്കിലേക്ക് രാത്രിയോടുകൂടി എത്തിച്ചേരാം. എന്നാൽ പിറ്റേ ദിവസം നോർത്ത് സിക്കിമിലേക്ക് പോകാനുള്ള പെർമിറ്റ്സ് എല്ലാം നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരിക്കണം. അതിനാൽ ട്രാവൽ ഏജൻസിയിൽ നിന്നും ട്രാവൽ പെർമിറ്റ് എടുക്കുകയായിരിക്കും എളുപ്പം. 3-ാം ദിവസം ഗാംഗ്ടോക്കിൽ നിന്നും നേരെ നോർത്ത് സിക്കിമിലെ ലാച്ചനിലേക്ക് ഒരു ദിവസം മുഴുവനായും ഉപയോഗിക്കുന്ന യാത്ര. 4-ാം ദിവസം ലാച്ചനിൽ നിന്നും ഗുരുദോങ്മർ ലേക്കിലേക്ക് യാത്ര തിരിക്കാം. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിൽ ആൾട്ടിറ്റ്യൂഡ് മെഡിക്കൽ സിക്നസിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനാൽ അരമണിക്കൂർ കൂടുതൽ അവിടെ ചിലവഴിക്കരുത്. അന്നേ ദിവസം തന്നെ ഗുരുദോങ്മർ ലേക്കിൽ നിന്നും തിരിച്ച് ലാച്ചുങ്ങിലേക്ക് യാത്ര തിരിക്കണം. ലാച്ചനും പിന്നിട്ട് നമ്മൾ ലാച്ചുങ്ങിലേക്ക് എത്തും. 5-ാം ദിവസം ലാച്ചുങ്ങിൽ നിന്നും യുംതാങ് വാലിയിലേക്ക് 0 പോയിന്റും സന്ദർശിച്ച ശേഷം നേരെ തിരിച്ച് രാത്രിയോടുകൂടി ഗാംഗ്ടോക്കിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. 6-ാം ദിവസം മൊണാസ്റ്ററികളും കേബിൾ കാറും എല്ലാം ഉൾപ്പെട്ട ചെറുപട്ടണമായ ഗാംഗ്ടോക്ക് എക്സ്പ്ലോർ ചെയ്യും. പിറ്റേ ദിവസം അതായത് 7-ാം ദിവസം ഗാംഗ്ടോക്കിൽ നിന്നും നേരെ നാഥുല പാസിലേക്ക്. സോങ്മോലേക്കും പിന്നിട്ട് നാഥുല പാസും എക്സ്പ്ലോർ ചെയ്ത ശേഷം നേരത്തെ പറഞ്ഞ പഴയ സിൽക്ക് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന സുലുക്കിലേക്ക്. തമ്പി വ്യൂ പോയിന്റിൽ നിന്നും ഈ കാണുന്ന സിഗ്സാഗ് ആയിട്ടുള്ള വ്യൂ ലഭിക്കുന്നതാണ്. അങ്ങനെ അവസാന ദിവസം സുലുക്കിൽ നിന്നും നേരെ എയർപോർട്ടിലേക്ക്. ഇനി നമുക്ക് സിക്കിം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ സമയം നോക്കാം. സിക്കിം ഏറ്റവും അധികം ആൾക്കാർ സന്ദർശിക്കുന്ന സമയവും ഏറ്റവും ഉചിതമായ സമയവും ഏപ്രിൽ മെയ് മാസങ്ങളാണ്. സ്പ്രിംഗ് സീസണാണ് ഈ സമയം.
അതേപോലെ തന്നെ ഏറ്റവും ഉചിതമായ മറ്റൊരു സമയം ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. കഞ്ചൻജംഗ ഉൾപ്പെട്ട ഹിമാലയൻ മലനിരകൾ വ്യക്തമായി കാണാനാകുന്ന സമയമാണ് ഇത്. എന്നാൽ നോർത്ത് സിക്കിം വിൻ്ററിൽ തീരെ സന്ദർശിക്കാൻ ഉചിതമല്ല, കനത്ത മഞ്ഞുവീഴ്ചയാണ്. അതേപോലെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മണ്ണിടിച്ചിൽ വ്യാപകമായി നടക്കും സിക്കിമിൽ, പ്രത്യേകിച്ച് നോർത്ത് സിക്കിമിൽ. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തിങ്കളാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നാഥുല പാസിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഏതെങ്കിലും സംശയങ്ങളോ പുതിയ അറിവുകളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.